കുമ്പക്കുടി സുധാകരൻ എന്ന കെ സുധാകരൻ ഒരു കാലത്ത് പുലിയും ഗർജിക്കുന്ന സിംഹവും ഒക്കെ ആയിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ പല്ലുകൊഴിഞ്ഞ സിംഹമാണ്. കോൺഗ്രസ് പാർട്ടിയിൽ ആർക്കും കെ സുധാകരനെ ഇപ്പോൾ പേടിയോ ഭയഭക്തി ബഹുമാനമോ ഇല്ല. അതുകൊണ്ടാണ് കണ്ണൂരിൽ താൻ മത്സരിക്കുമെന്ന് പറഞ്ഞിട്ട് 110% ഉറപ്പിച്ചു പറഞ്ഞിട്ടും കോൺഗ്രസ് കുലുങ്ങാത്തത്. കെ സുധാകരനെ അടുപ്പിക്കില്ല എന്നാണ് കണ്ണൂരിലെ കോൺഗ്രസ്സുകാരും പ്രത്യേകിച്ച് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും സണ്ണി ജോസഫും ഒക്കെ പറയുന്നത്. കെ സുധാകരനാണെങ്കിൽ കണ്ണൂരിൽ മത്സരിച്ചേ അടങ്ങൂ എന്ന് വാശി പിടിച്ച് നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കെ സുധാകരൻ മത്സരിച്ചാൽ അടൂർ പ്രകാശ് ചുമ്മാതിരിക്കുമോ? കെ ശബരിനാഥൻ അരുവിക്കരയിലെ സ്ഥാനാർത്ഥി ആകുമെന്ന് കരുതിയിരുന്ന ആളുകളല്ലേ അരുവിക്കരയിലെ കോൺഗ്രസ്സുകാർ. പക്ഷെ എന്ത് ചെയ്യാം, അദ്ദേഹത്തെ കൊണ്ട് തളച്ചില്ലേ? എവിടെ കൗൺസിലറായി തളച്ചില്ലേ? അങ്ങനെ നോക്കുമ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് പത്തനാപുരത്ത് മത്സരിച്ചു കഴിഞ്ഞാൽ ഗണേഷ് കുമാറിന്റെ നിലവിലെ രാഷ്ട്രീയ സ്ഥിതി വെച്ചിട്ട് കൊടിക്കുന്നിൽ സുരേഷ് ജയിക്കുകയില്ലേ? അല്ല, കൊടിക്കുന്നിൽ സുരേഷ് മത്സരിച്ചു കഴിഞ്ഞാൽ ഹൈബി ഈഡന് എറണാകുളത്ത് നിന്നാൽ ജയിക്കില്ലേ? എന്തിന് ഷാഫി പറമ്പിൽ പാലക്കാട് നിന്നാൽ ജയിക്കില്ലേ? ഇങ്ങനെ കോൺഗ്രസിലെ എം പിമാരും അതുപോലെ തന്നെ MLA ആകാൻ മോഹിച്ചവരും കലഹിച്ച് നിൽക്കുകയാണ്, തമ്മിൽ കലഹിക്കുകയാണ്, പാർട്ടി നേതൃത്വത്തിന് തലവേദന സൃഷ്ടിക്കുകയാണ്. അപ്പോഴാണ് കണ്ണൂരിൽ നിന്ന് ഷമ എന്ന് പറയുന്ന വനിതാ നേതാവ് പറയുന്നത്, തനിക്കെതിരെ പാർട്ടിയിൽ ആരും പടയൊരുക്കം നടത്തുന്നില്ല, തനിക്ക് മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അല്ല, മത്സരിക്കാൻ ആഗ്രഹമില്ലാത്ത ആരെങ്കിലും കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടോ എന്നുകൂടി ഷമ ചോദിച്ചു വെക്കുന്നു. ഷമ ആള് മിടുക്കിയാണ് എന്ന് തെളിയിക്കുന്ന ഒരുപാട് സമരമുഖങ്ങൾ നമ്മൾ കണ്ടതാണ്. TV-യിൽ വന്നിരുന്ന് അല്പസ്വല്പം ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ കാര്യങ്ങൾ ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ കലർത്തി കാര്യങ്ങൾ തട്ടിവിട്ട് ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയ വനിതാ നേതാവാണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് സീറ്റ് കൊടുക്കുന്നതിൽ ആരും തെറ്റു പറയാനൊന്നും ഇടയില്ല. അവരും രംഗത്തെത്തിയിട്ടുണ്ട്. ഇവിടെ പുകയുന്നത് ആരാണ്, പുകയുന്നത് ആരുടെ തലയാണ് എന്ന് ചോദിച്ചാൽ വി.ഡി. സതീശന്റെ തല തന്നെയാണ്. കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ TV നടത്തിയ സർവേയുടെ ഫലപ്രഖ്യാപനമൊക്കെ വന്നു. അതിനകത്ത് റിപ്പോർട്ടർ TVക്ക് ഒരു ഇടത് ചായവുണ്ട്, മൊട്ട അരുണൊക്കെ ഇടതിന്റെ ആൾക്കാരാണ് എന്നൊക്കെ വിമർശനമുണ്ടെങ്കിലും സർവേയിൽ പങ്കെടുത്തവർ ഇടതന്മാർ മാത്രമായിരിക്കുകയില്ലല്ലോ, ഒരുപാട് ആളുകൾ പങ്കെടുത്തിട്ടുണ്ടാകും. അപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം മികച്ചതാണെന്ന്, വളരെ മികച്ച മുഖ്യമന്ത്രിയാണ് എന്ന് 31% ആളുകൾ വോട്ട് ചെയ്തപ്പോൾ വളരെ മോശം പ്രതിപക്ഷ നേതാവാണെന്ന് ഏകദേശം 26%, തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്ത 26% പേരും വി.ഡി. സതീശനെതിരെ വോട്ട് ചെയ്തിരിക്കുന്നു. ഇതാണ് അവസ്ഥ. വി.ഡി. സതീശന്റെ ഗ്രാഫും മാർക്കും ഒക്കെ താഴോട്ട് പോവുകയാണ്. അതിനിടയിലാണ് ഹൈക്കമാൻഡിന്റെയും AICCയുടെയും പാരകളും വി.ഡി. സതീശന് നേരെ തിരിയുന്നത്. ഇതിനൊപ്പമാണ് ഈ സ്ഥാനാർത്ഥി മോഹികളുടെ പ്രശ്നവും. സ്ഥാനാർത്ഥി മോഹികളിൽ KC വേണുഗോപാലിന് ഇഷ്ടമുള്ള നേതാക്കൾ സ്ഥാനാർത്ഥികളാകും എന്ന കാര്യത്തിൽ ഒരു തരത്തിൽ അവരെല്ലാം ഒപ്പിച്ച് വച്ചിട്ടുണ്ട്. കാരണം ഈ സ്ഥാനാർത്ഥികളെ, ആദ്യത്തെ പട്ടികയിലുള്ള 60 സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന സമയത്തൊന്നും വി.ഡി. സതീശൻ സ്ഥലത്തില്ല. അദ്ദേഹം പുതിയുഗ യാത്രയിലാണ്. പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ചകളിൽ നിന്നൊക്കെ അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ടാണ് സ്ഥാനാർത്ഥി നിർണയം പോലും നടന്നതെന്നാണ് ഇന്ദിരാഭവനിനകത്ത് നിന്ന് പുകഞ്ഞു പുറത്തു വരുന്ന വിമർശന രഹസ്യം. ഒപ്പം തന്നെ വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ സംസ്ഥാന സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന പല ആരോപണങ്ങളും കനത്ത തിരിച്ചടിയേറ്റ് കോട്ടയാകുന്നതും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന്റെ തുറുപ്പുകുലാനൊക്കെ മടക്കി പെട്ടിയിൽ വെക്കേണ്ട അവസ്ഥയായിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെ സീറ്റ് മോഹികളുടെ അടിയും കോൺഗ്രസിനെ കുഴയ്ക്കുന്നത്. കെ സുധാകരൻ മത്സരിക്കുകയാണെങ്കിൽ അടൂർ പ്രകാശ് മത്സരിക്കും. കെ സുധാകരൻ എന്ത് കൊമ്പുണ്ടോ എന്നാണ് കോൺഗ്രസിലെ മറ്റ് MP-മാർ ചോദിക്കുന്നത്. എന്താ പിന്നെ പാലക്കാട് ഞാനൊന്നുകൂടെ, പാർട്ടിക്ക് വേണ്ടിയാണ്, പാർട്ടി തീരുമാനം അനുസരിച്ചാണ് പലരും MP ആയത്, അതായത് പാർലമെന്റിലേക്ക് മത്സരിച്ച് MP ആയത്. ഇനി പാർലമെന്റ് മോഹമല്ല, തങ്ങൾക്ക് കേരളത്തിൽ പ്രവർത്തിക്കുക, MLA ആയിരിക്കുക, അല്ലെങ്കിൽ കേരളത്തിൽ മന്ത്രിയായിരിക്കുക എന്നൊക്കെയാണ് ഞങ്ങളുടെ മോഹം. അതുകൊണ്ട് ഞങ്ങൾക്ക് കേരളത്തിൽ തന്നെ സ്ഥാനം വേണം എന്ന് ആണ് ഈ MP-മാരുടെ ഉള്ളിലിരിപ്പ് എന്നതാണ് പരമമായ യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തിന്റെ പിന്നിൽ നിന്ന് കൊണ്ടാണ്, അല്ലെങ്കിൽ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ആളുകളുടെ ഇങ്ങനെയുള്ള സ്വയം പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ സ്വയം പ്രഖ്യാപനങ്ങളുമൊക്കെ ഹൈക്കമാൻഡ് തടഞ്ഞത്. എങ്കിലും ഹൈക്കമാൻഡിനെ പോലും വകവയ്ക്കാതെയാണ് കെ സുധാകരൻ മത്സരിക്കുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞത്. അങ്ങനെ കെ സുധാകരൻ മത്സരിക്കുകയാണെങ്കിൽ, മത്സര രംഗത്തേക്ക് വരികയാണെങ്കിൽ ഈ പറയുന്ന MP-മാരൊക്കെ വലിയ തലവേദന സൃഷ്ടിക്കും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഈ നിലവിലെ സ്ഥിതിയിൽ കാണുന്നില്ല.